നർത്തകിയും അഭിനേത്രിയുമായ ഷംന കാസിമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥി. ഷംനയുടെ പുതിയ സഞ്ചാര പദങ്ങളിലൂടെ JB ജംഗ്ഷനും യാത്രയാകും. വരട്ടെ. എനിക്കറിയാം ഷംന ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ് ശോഭന മാം എന്ന്. അതുപോലെ ശോഭന മാമിനെ പോലെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലാസിക്കൽ ഡാൻസറായി ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങി ലോകം മുഴുവനും ചുറ്റി ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസറായി എന്ന് ഷംനയെ കാണും. ശോഭനയെ ആരാധിക്കുന്ന ഒരു നർത്തകിയാണ്. സോ മച്ച്. ശോഭന ഒരുപക്ഷെ ഡാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു ലൈഫാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഷംന അതിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ സിനിമയിൽ വരുന്നൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല. ലൈക്ക് 10th സ്റ്റാൻഡേർഡ് +2 കഴിഞ്ഞിട്ട് വേഗം ശോഭന മാമിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, ഡാൻസ് പഠിക്കണം. പുള്ളിക്കാരി എന്നെ മാമിൻ്റെ ഒരു മെയിൻ എനിക്ക് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴും മാമിന് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒരാൾ ഞാനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് ശോഭനയ്ക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാം പറഞ്ഞു അതിന് 5 വർഷം നീ എന്റെ ക്ലാസ്സിൽ വന്ന് എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം, അപ്പോഴും മാത്രമേ എന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള മനക്കരുത്തില്ലല്ലേ? 5 കൊല്ലം 5 വർഷം കൊണ്ട് 5 കോടി രൂപയല്ല 50 കോടി രൂപയാണ് ഷംനയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. വെറുതെ ടാക്സിന്റെ ആൾക്കാരൊക്കെ അല്ലേലും അവർ ആ വീട്, ആ മരടിലുള്ള വീട് നോട്ട് വെച്ച് വെച്ചിട്ടൊന്നും ഞാൻ കണ്ടു. അല്ല, ചെറിയ വീട് എന്റേത്. ആണോ? ശരിക്കും വളരെ ചെറിയ വീടാണ്. ഇൻകം ടാക്സ് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. പോരെ. എനിക്കും എന്റെ മമ്മി ഡാഡി പിന്നെ ഇപ്പൊ എന്റെ ഒരു സിസ്റ്റർ, നമുക്കൊരു എന്താ പറയാ ഗുഡ് ഹൗസ്. ഈ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ത് ചെയ്യണം ഷംന? എന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്റെ മമ്മിയാ. അപ്പൊ പിന്നെ ഒരു പൈസ പുറത്തേക്ക് ആർക്കും അങ്ങനെ എനിക്ക് പറയാനേ പറ്റില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റനിങ് പൈസയുടെ കാര്യത്തിൽ മമ്മിനോട് ചോദിക്കാം, അതെന്ത് ചെയ്തു, ഇതെന്ത് ചെയ്തു. അപ്പൊ മമ്മി അറിയും നീ എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല നിന്റെ പൈസ എന്ത് ചെയ്തു എന്നൊക്കെ. ബട്ട് എനിക്കൊന്ന് മമ്മി കാരണം, അല്ലെങ്കിൽ മമ്മി എന്നെ ഒന്ന് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഷോപ്പിംഗ് ചെയ്ത് ജീവിക്കും. അതാണ്. വസ്ത്രം ഇഷ്ടംപടി മേടിക്കും അല്ലേ? ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഭ്രാന്താണ്. ഡ്രസ്, ഷൂസ്, ബാഗ്. സ്വർണത്തിന്റെ ഷൂ ആ മേടിച്ചേക്കുന്നത് 24 കാരറ്റ് ആണ് ഇത്. അല്ല, അത്രയൊന്നും. സോറി, 22 കാരറ്റ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു ബ്ലാക്ക് ഷൂസ് ഞാൻ പരിധി കിട്ടിയില്ല, പിന്നെ പെട്ടെന്ന് ഇതാ കിട്ടിയത്. അതുകൊണ്ട് നല്ലതല്ലേ ഇപ്പം? ഞാൻ പറഞ്ഞില്ല, ഇത് മറ്റേ സൗദി രാജകുമാരിയൊക്കെ ആണെങ്കിൽ സ്വർണ്ണ ഇതിപ്പോ ട്രെൻഡ് ആണ് അല്ലേ? ആണ് ഇപ്പത്തെ ട്രെൻഡ്. ആർക്കറിയണ്ട, വലിയൊരു കാല് വെട്ടിക്കൊണ്ട് പോകാൻ സൂക്ഷിക്കണം. വരട്ടെ. ഒരു ഡാൻസ് റിയാലിറ്റി ഷോയില് അത് ഒരു റിഹേഴ്സലിൽ കാണുമ്പോൾ ആ കുട്ടി കണ്ട ഉടനെ പറഞ്ഞു ഷീസ് ആർട്ടിസ്റ്റ്, ഒരു നല്ല ആർട്ടിസ്റ്റാണ്, ഒരു അത്ര ടാലന്റ് ഷംനക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഷംനയെ പറ്റി പറഞ്ഞാൽ ഷീസ് എ വെരി ഗുഡ് ഡാൻസർ ആൻഡ് ഷീസ് എ വെരി ഗുഡ്, ഒരു നല്ല ഹാർട്ട് കുട്ടിയാണ്. എന്ത് പറഞ്ഞാലും ഒരു സോഫ്റ്റാകെ സംസാരിക്കും. ഷംന ചെറിയ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ കണ്ടിട്ട് ആൻഡ് ഒരു ലെവലിൽ കാണുമ്പോഴും ഐ എം സോ ഹാപ്പി ആസ് എ ഗുരു. വളരെ നന്നായിട്ട്. ഒരുപക്ഷെ കാര്യം ഷംനയെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു. ഷംന എന്നുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ചെറിയ കുട്ടിയായി ഡാൻസ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പോലും കണ്ടിട്ടുള്ള, അപ്പം എല്ലാം സൂക്ഷ്മ വിവരമുള്ള ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ മനസ്സ് നിറഞ്ഞു, കണ്ണു നിറഞ്ഞു. മാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡാൻസിന്റെ മെയിൻ കലാ മാസ്റ്റർ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ മാസ്റ്ററൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മാസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്ന വിചാരിച്ചിട്ടില്ല. ലൈക്ക് എന്താ പറയാ, താങ്ക് യു. എനിക്ക് എന്നോട് തന്നെ അസൂയ വരുന്നു. അപ്പൊ എന്നോട് തന്നെ അസൂയ വരുമ്പോഴും കരയും അല്ലെ? അതാണ്. താങ്ക് യു മമ്മി. കാരണം എന്റെ മമ്മിയാണ് എന്റെ ഡാൻസ് കണ്ടുപിടിച്ചത് എന്നിൽ. ഒരു മുസ്ലിം പെൺകുട്ടി ആ സമയത്ത് കണ്ണൂരിലെ വെത്തിലപ്പള്ളി വയൽ ഒരു മുസ്ലിം പെൺകുട്ടീനെ കൊണ്ടുപോയി ഡാൻസ് ക്ലാസ്സിൽ ചേർക്കാം, അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല. അന്ന് ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് മരക്കാർക്കണ്ടി സിറ്റി എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അവര് ഇപ്പോഴും കുറച്ച് കൺസർവേറ്റീവ് ആണ്, കുറച്ചേറെ. അതെ, സാറ് നന്നായിട്ട് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് എന്റെ മമ്മി കാണിച്ച ആ ഒരു ധൈര്യം, ആ ധൈര്യമാണ് എനിക്കും. മറ്റു വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാരും എതിർത്തിട്ടുണ്ടാവൂലേ? പല ആൾക്കാരും എതിർത്തിട്ടുണ്ടാവൂലേ? ഡാൻസിന്റെ സമയത്ത് എനിക്ക് വലിയ ഓർമ്മയില്ല, കാരണം ഞാൻ അന്ന് കുഞ്ഞായിരുന്നു.
സിനിമയിൽ വന്നപ്പം ഡാഡിയുടെ ഫാമിലിയിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ഡാഡി ശരിക്കും പറഞ്ഞാൽ ഡാഡിയുടെ ഒരു സ്വന്തം സിസ്റ്ററിനെ പോലും ഡാഡി മാറ്റിവെച്ചു. ഡാഡിയുടെ ഇപ്പം എൻ്റെ വീട്ടിൽ 5 പേരാണ്. ഈ 4 പേർക്ക് ഞാൻ എന്ന് പറയുന്നത് ഒരു മോളാണ്. അപ്പം അതുപോലെ ഡാഡിയുടെ ഫാമിലിയിൽ ഡാഡിയൊക്കെ ഒക്കെയാണ്. അപ്പം ഡാഡിയുടെ ഒരു ഏറ്റവും ഇളയ ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പം അവരിൽ നിന്നും ഡാഡി ഇപ്പം പിരിഞ്ഞു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. മോള് സിനിമയിൽ വന്നുകൊണ്ട് മാത്രം. അതായത് സ്വന്തം വീട്ടുകാർ തന്നെ ശത്രുക്കളായിട്ട് മാറി. അതായത് ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു. സിനിമ എന്ന് പറഞ്ഞാൽ ഹറാമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ തന്നെയുള്ള എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടാണ് മമ്മിയും ഡാഡിയും ഷംനയെ ഈ കലാരംഗത്ത് ഇങ്ങനെ പാറിപ്പറക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചത്. അപ്പൊ ചെറിയ മറ്റുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന പോലെയല്ല, ഇങ്ങനെ ഒരു മുസ്ലിം കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്നും കൺസർവേറ്റീവായ ഒരു സ്ഥലത്ത് നിന്നും സിനിമയിലേക്കും നൃത്തത്തിലേക്കും വരുമ്പോൾ ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ചാ വന്നത്. അപ്പൊ അതിന് വലിയൊരു മധുരമുണ്ട് അല്ലേ? മധുരമുണ്ട്, ഭാഷ്യമുണ്ട്. അതെന്റെ കല്യാണമാണെങ്കിൽ പോലും. കല്യാണം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പം സൽമാൻ ഖാനെ എങ്ങനെ സംഘടിപ്പിക്കുന്നുള്ള വിഷമത്തിലാണ് ഞാൻ. സൽമാൻ ഖാൻ ആണെങ്കിൽ അയ്യോ ഞാൻ റെഡി. വരട്ടെ ഒരാൾ കൂടി. ഷംന is dance. She loves dance. She's a dancing queen. പിന്നെ ഷംന is love. വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഷംന. ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ടിങ് വെരി വെരി സ്പെഷ്യൽ ക്വാളിറ്റി ഇൻ ഹർ. പിന്നെ ഷംന എന്ന് വെച്ചാൽ വാട്ട്, ഷീസ് എ ഡാൻസിങ് ക്വീൻ ഓഫ് ഓൾ ദ സ്റ്റേജസ്. ഇന്ത്യയിലുള്ള ഏറ്റവും അധികം സ്റ്റേജ് ഷോസിലൂടെ അവാർഡ് നൈറ്റ് ആയാലും ശരി, ഏത് സ്റ്റേജ് ഷോ ആയാലും ഫസ്റ്റ് പേര് ലിസ്റ്റിൽ വരുന്നത് ഷംന കാസിം. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. സിനിമ അല്ലാതെയും കൂടി എനിക്കൊരു റിലേഷൻഷിപ്പ് വിത്ത് ഷംന. I will not call her, she's my daughter. She's like my daughter-in-law. She calls me Atte. Yes, no, Shamna? So that's how the bonding goes on. I pray to God that she has a great future. And still, she always keeps up with the family and me. Love. And I'm waiting to meet you, Shamna. നോക്ക് ഷംന വളരെ ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹീതയാണ്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരൊക്കെ ഷംനയ്ക്ക് വേണ്ടിയിട്ട് നൃത്തരംഗത്ത് എത്രയോ ആൾക്കാരെ, പ്രതിഭകളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, പഠിപ്പിച്ചിറക്കിയതാണ്. ഒരുപക്ഷെ ഷംനയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും ഈ നൃത്തമാണെന്നുള്ള കാര്യം, അതിനുള്ള സാക്ഷ്യപത്രം കൂടിയാണ് ഇവരൊക്കെ വന്നിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നത്. സത്യം, ലൈക്ക് ഈ ഒരു പ്രോഗ്രാം ഞാൻ ഇത്രയും കാലം എന്താ വരാതിരുന്നതെന്ന് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. കൊടുക്കട്ടെ, എന്തിനാ ഞാനിങ്ങനെ മാറ്റി വെപ്പിച്ചേന്ന് ആലോചിക്കുക. ശാന്തി മാസ്റ്റർ എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഞാൻ അമ്മാന്നാ വിളിക്കാറ്. കാരണം ഷീസ് എന്നൊരു അമ്മയെ പോലെ എന്ത് പറയാനുള്ള റൈറ്റ്സും ശാന്തി മാസ്റ്ററിനും ഉണ്ട്. എന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ മാസ്റ്റർ വരച്ചതാണ് ബാക്കിൽ കണ്ടത്. അതെ, ഷീസ് വൺ, എന്താ പറയാ, ഒരു വലിയ സ്ട്രെങ്ത് ആണ് എനിക്ക് മാസ്റ്റർ. പിന്നെ ലൈക്ക് വെരി ക്ലോസ് ടു ഹാർട്ട്. എന്തായാലും ഷംന ഈ ഹ്രസ്വകാലം കൊണ്ട് ഇത്രയും ആൾക്കാരുടെ സ്നേഹവും പ്രീതിയും അടുപ്പവും സാമീപ്യവും ഒക്കെ നുകരാൻ കഴിഞ്ഞെന്നുള്ളത് ചെറിയ കാര്യമല്ല. ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരാം. ഹായ് ചീനാട്ടി, സുഖാണോ? ഷംനയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുതിൽ തന്നെ നല്ലൊരു ഡാൻസറായിരുന്നു ഷംന. കോസ്റ്റ്യൂം ആയിക്കഴിഞ്ഞാലും ഡാൻസ് ആയിക്കഴിഞ്ഞാലും വളരെ സ്റ്റൈലിഷായിട്ട് ചെയ്തിരുന്നു ഷംന. ഇതൊക്കെ ചെയ്ത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഷംനയ്ക്ക് ചെറിയൊരു ശീലമുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോ എന്നറിയില്ല. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതല്ല, ഷംന ഒരു ഡാൻസർ ആയിരുന്നില്ലെങ്കിൽ ഷംനയുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും? എന്താണ് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു സ്വഭാവം? അതാണ് എനിക്ക് മൂപ്പറത് പറയാൻ ശ്രമിച്ചിട്ട് പെട്ടെന്ന്. എനിക്ക് സായിക്കാക്ക സെക്കൻഡോ തേർഡ് സ്റ്റാൻഡേർഡില് അപ്പൊ ഉള്ള ടീമാണ്, സായിക്കാക്കയുടെ ടീമാണ് മാത്മാക്സ്. അപ്പൊ ഞാൻ ഇത്രേ ഉണ്ടാവുള്ളൂ. അന്ന് മുതൽ ഇവരെന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ പോണം, ഇങ്ങനെ പോകാൻ ഞാൻ ആലോചിക്കും. സായിക്കാക്കാവുമ്പോ മമ്മി വിളിക്കും, സാറേ മുദ്രിക്കാൻ പറ്റുന്ന അവരെന്നെ കൊണ്ടുപോകും, എടുത്തിട്ട് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഊരി തന്ന് ഞാൻ ചോദിച്ചു. അതാണ് ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചത്. ചില സ്റ്റേജുകളിൽ കയറുമ്പോ എല്ലാം റെഡി ആയി കഴിയുമ്പോ ഞാൻ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ പറയും, ഉണ്ണിയേട്ടനൊക്കെ
അതൊരു പേടിയില വരുന്നത് എനിക്ക്. അത് ഫസ്റ്റ് ഡാൻസ് കേറുന്നവരെ ഒരു ഭയങ്കര പേടിയാ. കുറെ ആൾക്കാർ പറയും അത് ഈ പഠിപ്പിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ സ്കൂൾ സമയത്ത് നമ്മൾ പറയാറുണ്ട്. പഠിപ്പിസ്റ്റുകൾ പറയും, അയ്യോ ഒന്നും പഠിച്ചിട്ടില്ല, രാത്രി തലവേദനയായിരുന്നു, വീട്ടിൽ അതായിരുന്നു, പഠിച്ചിട്ടില്ല, പേപ്പർ വരുമ്പം 100 അതേ പരിപാടിയാണെന്നാണ് അവർ പറയുന്നത്. അതാണ് എന്നോട് പറയാറ്. അഹങ്കാരം കൊണ്ട് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ പറയും, ചിലപ്പോ ഞാൻ പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ വന്ന് ഡാൻസ് പഠിക്കും. അപ്പൊ ഞാൻ കേറുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ എല്ലാരും പറയോ ഓവർ ആക്ടിങ് എന്നാ പറയാ. പക്ഷെ എന്റെ അടുത്ത് കലാ മാസ്റ്റർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ പേടി എന്ന് നിന്നിൽ പോന്നോ അന്ന് നിനക്ക് ഓവർ കോൺഫിഡന്റ് ആയിന്നാണ്. അത് എപ്പോഴും ഉണ്ടായി. ആ ഒരു ടെൻഷൻ എപ്പോഴും നല്ലതാണ്. അതെ, ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനോടുള്ളൊരു സമർപ്പണം ഉണ്ടാവുള്ളൂ. അല്ലെ, ആ ടെൻഷൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതെ, ഇപ്പോഴും എനിക്കുണ്ട്. ഇത്രയും കാലം ഇത്രയും സ്റ്റേജുകളിൽ ഡാൻസ് കളിച്ചിട്ട് ഇപ്പോഴും പുതിയൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു കിരിയിരിപ്പുണ്ട്. ചെറുതൊന്നുമല്ല, ഒരു വലുത്. എനിക്ക് വെച്ചാൽ കത്തിപ്പോകുന്ന രീതിയിലുണ്ടോ ആ ടെൻഷൻ കാണുന്നൊക്കെ എന്റെ മമ്മി പറയും, ഇവളുടെ കൂടി എന്റെ BP ഒക്കെ കൂടും. ടെൻഷനാ. ഇപ്പം ലൈക്ക് ഇതുപോലെ ഇപ്പൊ ഐശ്വര്യ ട്രിബ്യൂട്ട് കൊടുക്കുന്ന അന്ന് ഞാൻ രാവിലെ മുതൽ മമ്മീനെ ടെൻഷൻ എടുപ്പിക്കും. ഡ്രസ് അയൺ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ തുടങ്ങും. ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഷംന, സിനിമയിലോ ഇതിലേക്ക് വരുമ്പോൾ ഷംന ചില അവസരങ്ങൾ ഷംനയ്ക്ക് ലഭിച്ചു, ചിലപ്പോൾ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു പല സിനിമകളും ഇങ്ങനെ എത്തിയിട്ട് അവസാന നിമിഷം വന്നപ്പോൾ തെന്നി മാറിപ്പോയിട്ടുണ്ട്. എത്രയോ, ഒരു 1/2 ഡസനല്ല 1 ഡസനോളം സിനിമകൾ വേണമെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതർ ലാംഗ്വേജസിലില്ല, മലയാളത്തില് 1/2 ഡസൻ ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തോ വല്ല ഒടിവിദ്യ വല്ലതും ചെയ്യുന്നുണ്ടാവുമല്ലോ. എനിക്ക് മലയാള സിനിമയിൽ കയറരുതെന്ന് പറഞ്ഞ് മറ്റേ മന്ത്രവാദം വല്ലതും ചെയ്ത് കെട്ടി വെച്ചിരിക്കാം. പക്ഷെ ഈ മന്ത്രവാദികളെയൊക്കെ തോപ്പിക്കാൻ പറ്റുന്ന പ്രേത റാണിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ അവരെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഭസ്മാക്കാൻ പറ്റും. സിനിമയിൽ ഗ്ലാമർ വേഷങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ച് കോംപ്രമൈസ് ചെയ്തോ അതെയോ? നോക്കട്ടെ, ഞങ്ങൾ കാണാം. ചട്ടക്കാരി എന്റെ ഫേവറേറ്റ് മൂവി. ഈ സിനിമയിൽ ഇങ്ങനെ തന്നെ വരണം. അതെ, ഒരുപക്ഷെ ആ സിനിമയുടെ ഒരു ആത്മാവ് അതാണ്. അതെ. പക്ഷെ ഈ സിനിമ ഒരു റീമേക്ക് ആണെന്നും മറ്റു കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യ പതിപ്പുകളൊക്കെ കണ്ടോ? ഞാൻ ഡിസിഷൻ എടുക്കുമ്പോ എനിക്ക് ചട്ടക്കാരി സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് CD വാങ്ങി ഞാൻ കുറച്ച് പോർഷൻസ് ഒക്കെ കണ്ടു. Then I was ready to do. You are very happy. I'm very happy. വരട്ടെ. ഇത് ഞാൻ ആണോ? വെറുതെ ആൾക്കാർ ചിന്ന അസിന്ന് ആണല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യും, എന്നിട്ട് ഇവരുടെ പേരൊക്കെ വരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അറിയോ? അത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അസിനെ കണ്ടിട്ടില്ല, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ശരി. അപ്പൊ നമുക്ക് അസിനോടൊന്ന് പറയണോ? അസിനിപ്പം വലിയ കോടീശ്വരനെയൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. കോടാനുകോടി സ്വത്തുള്ള ആളുടെ ഭാര്യയാണ്. അതൊന്നും ഷംനയ്ക്ക് ആഗ്രഹമില്ല അങ്ങനെയൊന്നും? ഒരുപാട് സ്വത്തുക്കൾ, ഒരു പൊടിപ്ലാനുണ്ട്. അതുകൊണ്ടാണ് സൽമാൻ ഖാനെ കെട്ടുകയാണെങ്കിൽ അതൊക്കെ സൽമാൻ ഖാൻ അതുകൊണ്ട് സ്വത്തുമുണ്ട്, സ്റ്റൈലുണ്ട്, ഗ്ലാമറും ഉണ്ട്. വരട്ടെ. ഷംനയ്ക്ക് എനിക്കറിയാം ഇപ്പൊ ചെന്നൈയിലാണ് കൂടുതലും തമിഴ് പടങ്ങളും തെലുങ്കും ഒക്കെയാണ് ഷംന ചെയ്യുന്നത്. കേരളത്തിലെ ആൾക്കാരാണോ ഇഷ്ടം അല്ലെങ്കിൽ ചെന്നൈയിലെ ആൾക്കാരാണ് ഇഷ്ടം? ഇത്രയേ ഉള്ളൂ. ചെന്നൈ മക്കളാണോ ഷംനയ്ക്ക് ഇഷ്ടം, അതെയോ കേരളത്തിലെ മലയാളികൾ പ്രേക്ഷകരാണോ ഷംനയ്ക്ക് കൂടുതൽ ഇഷ്ടം? എന്തായാലും കുഴക്കുന്ന ക്വസ്റ്റ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്റെ ഉത്തരം തന്നിട്ട് ഷംന പോയാൽ മതി. എന്തായാലും ഒത്തിരി സന്തോഷം. ശ്രുതി, ഷീ ഈസ് വെരി സ്വീറ്റ്. എൻ്റെ ഒരു സിനിമയിലെ നല്ലൊരു ഫ്രണ്ടാണ് അവള്. ഒരു സിനിമാറ്റിക് എന്ന് പറഞ്ഞ സിനിമയിലെ ഫ്രണ്ട്സിന് കുറെ ആർട്ടിഫിഷ്യാലിറ്റികൾ ഉണ്ടാവും. അത് ഞാൻ കാണാത്തൊരു കുട്ടിയാണ് ശ്രുതി. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിപ്പോയി എനിക്ക്, സത്യം. ആൾക്കാരെയാണെന്ന് ചോദിച്ചത് സിനിമയാണോ സിനിമ ആൾക്കാരാണോ? രണ്ടും. തമിഴ് മക്കളാണോ മലയാളി മക്കളാണോ? മലയാളീസിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഞാനൊരു മലയാളിയാണ്, ലൈക്ക് ഓഡിയൻസ് വൈസ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മലയാളിയാണ്. എനിക്ക് മലയാളിയുടെ രീതികളും അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മലയാളികൾക്കുള്ള കുറച്ചൊരു മോശ സ്വഭാവം എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞത്
ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം മലയാളികൾക്കുണ്ട്. കുറച്ച് കൂട്ടി പറയാ, കുറച്ചുകൂടി പറയും, കുറച്ച് പരദൂഷണമുണ്ട്, കുറച്ച് ഗരം മസാല കൂട്ടും, അതുപോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂട്ടുന്നത് പോലെ അതുണ്ട്. തമിഴിൽ ആൾക്കാർക്ക് അതില്ല. അവർ കുറച്ചുകൂടി സ്ട്രൈറ്റ് ആണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ കുറച്ചുകൂടി. മാഡം മുക്കാറോ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹുമാനമായിരിക്കും, വലിയ ബഹുമാനമായിരിക്കും ആൾക്കാർ. ബഹുമാനത്തിന്റെ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. അവർക്കും കുറെ പ്രശ്നങ്ങളും ഉണ്ട്, ലൈക്ക് ഇല്ലാതെ ഇല്ല രണ്ടിനും. ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമയിലൊരു സ്റ്റാർട്ടിങ് ചുവട് വെപ്പിച്ച് തന്നെ മലയാളമാണ്. എനിക്ക് മലയാളത്തിന് മാറ്റി വെക്കാൻ പറ്റില്ല. ഇന്നിപ്പോ എനിക്ക് സിനിമ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തമിഴിലെ ആൾക്കാരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് പഠിച്ചവൻ എന്നോട് പൊറുക്കും. അല്ല ഷംന, ഈ തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് റിവീലിംഗ് ആയിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരും. അതിനൊന്നും ബുദ്ധിമുട്ട്? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ചട്ടക്കാരിൽ ഐ വാസ് ലിറ്റിൽ മോർ ഗ്ലാമറസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമയില് ഈ പർട്ടിക്കുലർ സിനിമയില് ആ കഥാപാത്രത്തിന്റെ ആ റോൾ അത് വാറന്റി ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ ചിലപ്പോൾ അതിന്റെ അത് ആവശ്യപ്പെടാതെ തന്നെ ചിലപ്പോൾ കുറെ കൂടി ഗ്ലാമറസ് ആയിട്ട് വേണ്ടി വരും. തമിഴില് ഞാൻ ഇന്നേ വരെ ഗ്ലാമറസ് റോൾ ചെയ്തിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ഒരു മോഡേൺ ക്യാരക്ടറിന് വിളിക്കുമെന്ന്. അതെ, അതേ പക്ഷം മലയാളത്തിലാണെങ്കിൽ ഞാനൊരു ഹോട്ട് റാണി എന്നാണ് പറയാറ്. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഗ്ലാമറസ് ആയിരിക്കും. ഞാൻ ചോദിക്കും അതെന്താ അങ്ങനെ? എനിക്കൊരു വൈഫിന്റെ ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ്. ബട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് മലയാളത്തിൽ എന്നെ വിളിക്കാറേ ഇല്ല. ഞാൻ വേണ്ടെന്ന് വെച്ച സിനിമകളൊക്കെ ഉണ്ട്, ലൈക്ക് യുനോ. അതെന്തിനാ ഞാൻ ഇത്ര ഗ്ലാമറസ് ആയിട്ട് ഒരു ഐറ്റം ചെയ്യേണ്ട ക്യാരക്ടർ എന്തിനാ എന്നെ വിളിക്കേണ്ട ആവശ്യം? പക്ഷെ തെലുങ്ക് നല്ല ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, സീമ ടപ്പാക്കായി. അതെ, കാണിച്ചോളൂ. ഇതിപ്പോ മലയാളത്തിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങോട്ട് നോക്കാതിരുന്നില്ല. എന്നാലും എന്റെ മമ്മിയൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു നാളെ എന്റെ ഭാര്യ ആ സമയത്ത് നാട്ടിലായിരുന്നെങ്കിൽ ഈ പറയുന്ന ടപ്പ ഒന്ന് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. തെലുഗു സിനിമയിൽ ജൂണിയർ എൻടിആറിന്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം പോലും ഷംന കളഞ്ഞു കുളിച്ചു എന്നാരോ പറഞ്ഞു. കോസ്റ്റ്യൂം ആയിരുന്നു, വളരെ റിവീലിംഗ് ആയിരുന്നു കോസ്റ്റ്യൂം. കുറച്ച് സോങ്ങിലൊക്കെ ആണെങ്കിൽ അൾട്രാ മോഡേൺ ആയിരുന്നു. മോഡേൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രഡീഷണൽ ആയിരുന്നു. പക്ഷെ വേ ഓഫ് അവരുടെ എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് സാരി കെട്ടുന്നൊക്കെ ആയിരുന്നു. രണ്ട് പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് പടം ഈ ഒരു കാരണം കൊണ്ടാണ്, കോസ്റ്റ്യൂംസ്. ജൂനിയർ എൻടിആറിന്റെ പടമൊക്കെ വേണ്ടെന്ന് വെക്കാനുള്ള ധാർഷ്ട്യം ഷംന കാണിച്ചു എന്ന് ഒരാൾ പറഞ്ഞോട് പറഞ്ഞു. അതൊരു ധാർഷ്ട്യമാണോ അതൊരു ചോയ്സ് ആണോ? അവരൊക്കെ അങ്ങനെ ഒരു സിമ്പിളായിട്ട് എടുക്കുമോ അത്? ഞാനത് ഇട്ടാൽ ചിലപ്പോൾ അത് ഭംഗി വരില്ല. ഇറ്റ് വിൽ ബി ലുക്കിംഗ് ഓഡ്, ഭയങ്കര ഓഡ് ലുക്ക് ആയിരിക്കും. സോ എന്റെ ബോഡിനോട് ഞാൻ ഇപ്പം വേ ചെയ്യുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ ഞാനൊരു ആ ഒരു സ്ലിംനെസ്സിലൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് വന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ കുറച്ചുകൂടി അതിൽ നിന്ന് മാറി. സോ എനിക്ക് ആ ഒരു കോസ്റ്റ്യൂംസ് അൺകംഫർട്ടബിൾ. തെലുങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ട വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് സംസാരിക്കും. അത് കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ യു വിൽ സൈൻ. അതല്ലെങ്കിൽ തെലുങ്ക് സിനിമ വളരെ ഡേഞ്ചറസ് ആണ്, വെരി വെരി ഡേഞ്ചറസ്. ഈ സീന് ഹാഫ് ഡേ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ചെയ്യില്ല പറഞ്ഞിട്ട്. ഈ ഒരു സിനിമ മാത്രമാണ് എനിക്ക് കുറച്ചൊരു ടെൻഷൻസ് തന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫ്രോക്ക് കൊണ്ടുവരും, കട്ട് ചെയ്യും. പക്ഷെ അവർക്ക് അതൊരു എന്താ പറയാ, അവരെനിക്കിങ്ങനെ കുറെ ആക്ട്രസസ് അവരുടെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ യോഗ ചെയ്യുന്ന സീനൊക്കെ ആയിരിക്കും. അപ്പൊ കുറെ ദിവസങ്ങൾ ഞാൻ കാരണം ആ സിനിമയ്ക്ക് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിപ് ലോക്ക് സീൻ എടുക്കാൻ വേണ്ടി ആരാ ദിവസം കൺവിൻസ് ചെയ്യേണ്ടത്? കൺവിൻസിങ് ആയിരുന്നില്ല, ഡയറക്ടറൊക്കെ ദേഷ്യം വിളിച്ച് ലൈക്ക് പോണ്ട അവസ്ഥയിലൊക്കെ എത്തി. പിന്നെ ലാസ്റ്റ് ഇത് കഴിഞ്ഞൊരു പാട്ട് വരും, ആ പാട്ടിലായ മുത്തത്തിന് ഈ കിസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇറ്റ്സ് ഡിസേർവ് ഇറ്റ്. പിന്നെ ഞാൻ പോട്ടെ പോയാൽ ഒരു മുത്തം, ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിരുന്നു, ഇമോഷൻലെസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഇത്രയും റെസ്ട്രിക്റ്റഡ് ആയതെന്ന്. ഒരു പക്ഷെ ഞാൻ അത്രയും റെസ്ട്രിക്റ്റഡ് ആയില്ലെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ കുറച്ചും കൂടി ഒരു പൊസിഷൻ ഹൈയിലേക്ക് ഞാൻ ഇപ്പോഴുണ്ടാവും. ഞാൻ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി ലിബറൽ ആയി. ഇന്ന് പറഞ്ഞ കാര്യമില്ല. മൂവീസിൽ അതൊക്കെ വേണം, ഇതൊക്കെ റോളുകളല്ലേ, ക്യാരക്ടേഴ്സ് അല്ലേ. പക്ഷെ ആ സമയത്ത് എനിക്ക് കോൺഫിഡന്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെനിക്ക് ഒട്ടുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തരുന്ന നല്ല നല്ല ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഐ എം ഹാപ്പി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചില സീനുകളല്ല അതിനേക്കാൾ പ്രധാനം ഒരു ക്യാരക്ടറാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ്. വരട്ടെ, ഞാൻ ഒരു സിനിമയിൽ റോള് കാണിച്ചത്. ഇതേത് സിനിമയായിരുന്നു? മിലി. ഇതിന്റെ മുകളിൽ എന്തോ ചെറിയൊരു വിവാദം ഉണ്ടായിരുന്നു. രാജേഷ് ചേട്ടൻ, ഹിസ് നോ മോർ. രാജേഷ് ചേട്ടൻ നല്ല ഫ്രണ്ട് ആയിരുന്നു. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ വിളിച്ചപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല,
എനിക്ക് അങ്ങനെ ക്യാരക്ടേഴ്സിനോട് വലിയ താല്പര്യമില്ല. എന്നെ മലയാളം എന്നാവുമ്പോൾ എനിക്ക് ഒന്നും കൂടി പേടിയാണ്. ലൈക്ക് എല്ലാം പറഞ്ഞ് അവരെന്താണ് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ ഒരു സിനിമ അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു. പറഞ്ഞതൊന്നും ആയിരുന്നില്ല ഷൂട്ടിംഗ് സ്പോട്ടിൽ നടന്നത്. എനിക്ക് തരുന്ന സീൻസ് ഞാൻ ചെയ്തു. ഞാൻ ഈ പടത്തിൽ 15 days വർക്ക് ചെയ്തിട്ട് ഞാൻ ആലോചിച്ചു ഈ 15 days ഞാൻ എന്താ ചെയ്തതെന്ന്. അതോടൊപ്പം ഞാൻ ഇനി ഒരിക്കലും ഒരു സിനിമ ഞാൻ ഇത്രയും വലിയ അബദ്ധം. പക്ഷെ രാജേഷ് ചേട്ടൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ആ ഒരു രാജേഷ് ചേട്ടനായ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഇവൻ ക്ലൈമാക്സിലൊന്നും ഞാൻ പോയില്ല അതിന്റെ ഷൂട്ടിന്. എന്നോട് പറഞ്ഞതേ അല്ല. ഇതാ ഷംന പറഞ്ഞ പോലെ ഇതാ ആരാണ് ചെയ്തതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമയുടെ സംവിധായകന് അതിന് ഉത്തരവാദിത്വം ഇല്ലേ? എനിവേ രാജേഷൻ നമ്മുടെ കൂടെ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ സിനിമാ ലോകത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് ചതികൾ പറ്റിയിട്ടുണ്ടോ? വേറെ നമ്മൾ പറയുന്നതല്ല, അവിടെ എത്തിക്കഴിയുമ്പോഴുള്ള കഥാപാത്രങ്ങൾ, സീനുകൾ മാറുന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ. തെലുങ്കിലൊന്നുമില്ല. തമിഴിലും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മലയാളത്തിൽ ഇതൊരു അനുഭവമാണ്. മലയാളത്തിൽ നിന്ന് കയ്പാണ് കിട്ടിയിരിക്കുന്നത് മുഴുവൻ അല്ലേ? സിനിമയിൽ ഒരു വേദനിക്കുന്ന കോടീശ്വരിയാണ് ഇരിക്കുന്നത്. വേദനകൾ മാത്രമെന്നല്ല, അതെനിക്കൊരു എന്താ പറയാ ദേഷ്യമൊക്കെ വരും ചിലപ്പോ. ഷംന, ഇപ്പൊ മലയാള സിനിമയിൽ പല വിവാദങ്ങളും, നമ്മൾ നേരത്തെ ഒരു വിവാദം കത്തിപ്പെടുന്നുണ്ട്. അതിലൊരു വിവാദമായിരുന്നു കാസ്റ്റിംഗ് കൗച്ച്. അത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യണം സംവിധായകന്മാരായിട്ടും നിർമ്മാതാവൊക്കെ ആയിട്ട്, കുറച്ചുകൂടെ നടന്മാരുമായിട്ട് വേറെ രീതിയിൽ. അതാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആസ് ഓഫ് നൗ ഞാൻ അതിനുള്ള ഒരു സിറ്റുവേഷൻ ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ പക്ഷേ ഒരു ധാരണയുണ്ട് കുറെ ആൾക്കാർക്ക്, നായികയാവാൻ വേണ്ടി എന്തും ചെയ്യുന്ന അങ്ങനെ ഒരു ആൾക്കാരും ഉണ്ട്. അതായത് നായികയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന നടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, അത് ചില കുട്ടികളുടെ ഉണ്ട് എന്ന് ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളോടും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഷംനയോട് ചോദിക്കുന്ന, അങ്ങനെ ചോദിക്കുന്ന ഹിന്ദി ചെയ്യുന്ന ആൾക്കാരോട് ഷംനയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഹൗ ഡു യു റിയാക്ട് ആ സമയത്ത്? എന്റെ അടുത്ത് ഇന്നേവരെ ചോദിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ടെന്നല്ലേ അർത്ഥം? സിനിമയ്ക്ക് വേണ്ടി എന്നല്ല, ചില എന്താ പറയാ, ഈ ചില ഞാൻ പറഞ്ഞല്ലേ, ചില ആക്ട്രസസ് എന്ന് പറയുമ്പോ അവർക്ക് ഒരു ബാൻഡിങ് ഉണ്ട്. ലൈക്ക് അത് എനിക്ക് പോലും ഉണ്ട്. നടിമാരല്ലേ, അവരുടെ ലൈഫ് അങ്ങനെ പറയുന്ന ആൾക്കാർ എനിക്കറിയാം. പക്ഷെ ദാറ്റ്സ് ഒരാളെയും സിനിമയിലുള്ള ആൾക്കാരെ സിനിമയിലങ്ങാട്ടി ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. നമ്മളങ്ങാട്ടി വാട്ട് യു ആർ ട്രൈയിങ് ടു സേ ഈസ് ദാറ്റ് ഒരു പക്ഷേ എന്റർടൈൻമെന്റ് സെക്ടറിൽ, സിനിമാ സെക്ടറിൽ ഇങ്ങനെയുള്ള സ്ക്രീനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില ഇംപ്രഷൻസ് ചില ആൾക്കാരുടെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നിർബന്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ദുർലഭമായിട്ടുള്ള സന്ദർഭങ്ങളും ഷംനയ്ക്ക് വന്നിട്ടുണ്ട്. അത് സിനിമാ സംവിധായകന്മാരുടെ അടുത്തുണ്ടാകാം, നിർമ്മാതാക്കളുടെ അടുത്തുണ്ടാകാം. എനിക്ക് സിനിമ മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഇന്നേവരെ സിനിമയിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ മേ ബി ചിലപ്പോ അവരുടെ സംസാര രീതി തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാലോ. അപ്പൊ അപ്പോഴേ നമ്മൾ കട്ട് ചെയ്താൽ മതി. സ്കൂട്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. പക്ഷെ മറ്റു ചില ആൾക്കാരുടെ അടുത്ത് അങ്ങനെയുള്ള ചില ആൾക്കാർ നേരിട്ട് ചോദിക്കും. അപ്പൊ എങ്ങനെയാ ഷംന? ഫസ്റ്റ് ഒക്കെ അമ്മയ്ക്ക് വിളിക്കും. ആദ്യമൊക്കെ അതായിരുന്നു, പിന്നെ ഭയങ്കര ഇരുന്ന് കരച്ചു വെക്കായിരിക്കും എന്നൊക്കെ. ഇപ്പൊക്കെ ഇറ്റ്സ് ലൈക്ക് അമ്മ കണ്ണൂർ ഭാഷയിലാണ് തെറി പറയുന്നത്, അതോ വേറെ ഏത് ഭാഷയാണ് തെറി പറയുന്നത്? എന്റെ തെറി പറയല് ഇംഗ്ലീഷാണ്. ഷംന എത്ര പേരുടെ തെറി പറഞ്ഞിട്ടുണ്ട്? ഒരു ഡസൻ. അയ്യോ, പറഞ്ഞിട്ടുണ്ടാവും. അര ഡസൻ പറഞ്ഞിട്ടുണ്ടാവും. ആണോ? സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പല ആളോടും പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. എന്തായാലും ഷംന ഒരുപക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ, ഷംന പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇംപ്രഷൻ ചില ആൾക്കാരുടെ ഉണ്ട്. അതായത് നടികളൊക്കെ ലൂസ് ക്യാരക്ടേഴ്സ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഈസി ടു ഗോ ആണ്, ഈസി ടാർഗറ്റ്സ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങൾ ഈ തമിഴിലൊക്കെ, ഈ തെലുങ്കിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ യു ആർ വെരി കോഷ്യസ് അബൌട്ട് സച്ച് തിങ്സ്. ഞാൻ എന്താ പറയാ, എന്റെ മൂവിക്ക് പോവുക, ഷൂട്ട് ചെയ്യുക. ഞാൻ ഇന്നേ വരെ തെലുഗു, ഞാൻ അതൊരു എന്റെ ഒരു എന്താ പറയാ, ഞാൻ നല്ല പെൺ ചമയുന്നതല്ല.
ഞാൻ അങ്ങനെ ഒരു പാർട്ടീസിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. എന്റെ വർക്ക് ദാറ്റ്സ് ഇറ്റ്. ഷംന, ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടോ? വിവാഹാലോചനകളോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഉണ്ടാവും. നിബന്ധനകൾ എന്തൊക്കെയാണോ നോക്കട്ടെ, ഇത് കേക്കട്ടെ. നല്ല നല്ല ആൾക്കാർ വരുമ്പോൾ അവര് നിബന്ധന മനസ്സിലാക്കട്ടെ. ഫസ്റ്റ് കണ്ടീഷൻസിൽ ചില മിക്കതും പറഞ്ഞത് യു ഷുഡ് ബി എൻ ഹൗസ് വൈഫ്. ഓക്കേ, വിച്ച് യു ആർ നോട്ട്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. യു ആർ നോട്ട് എഗ്രിബിൾ ടു ഇറ്റ്. നെവർ. അതായത് അഭിനയം, നൃത്തം, ഇത് രണ്ടും ഇറ്റ്സ് അപ് ടു ഹിം. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അഭിനയം ഇറ്റ്സ് അപ് ടു ഹിം. ബട്ട് ഡാൻസ് എനിക്കൊരു 10 പിള്ളേരെ പഠിപ്പിക്കണം. എന്നെ പോലെ ഡാൻസ് ചെയ്യുന്ന കൊച്ചുങ്ങളെ എനിക്ക് ലൈക്ക് എന്റെ ഒരു ടാലന്റ് ഉണ്ടാവില്ലേ? സ്വന്തം 10 പിള്ളേരെ പഠിപ്പിക്കാനോ? ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുട്ടികളെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും മമ്മിയോട് പറയും ലൈക്ക് മമ്മി 5 ആണെങ്കിൽ ഞാൻ 6 ആണെന്ന്. അപ്പൊ മമ്മി പറയും പിന്നെ ഞാൻ നിൽക്കൊന്നുമില്ല, പിന്നെ നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്റെ മക്കളെയും 5 എണ്ണം എനിക്കറിയാം 5 എണ്ണത്തിനെ വളർത്തിക്കൊണ്ടുവന്ന 5 എണ്ണത്തല്ല 1 വളർത്തിക്കൊണ്ടുവരാനുള്ള വിഷമം അറിയാം. അതാണ് മമ്മി മനസ്സിൽ പറയുന്നത്. ഇതുപോലത്തെ 5 ആണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? പിന്നെ കണ്ടീഷൻസ് എന്തായിരിക്കും? വേറൊരാള് വന്നപ്പോ ഐ സ്റ്റിൽ റിമെമ്പർ എനിക്ക് എത്ര സ്വത്തുക്കൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. യു മീൻ ഡൗറി? ഡൗറി കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ തന്നെ ഒരു ഡൗറി അല്ലേ? ധനമാണ്. അതെ. പക്ഷെ കണ്ണൂർ ഭാഗത്തൊക്കെ മുസ്ലിം സമുദായത്തിൽ നല്ല ഡൗറി ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ട്രഡീഷനോട് ഷംനയ്ക്ക് വിശ്വാസമില്ല. ഓക്കെ, 3ാമത്തെ കണ്ടീഷൻ. എന്റെ കണ്ടീഷൻ എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇതൊക്കെയേ ഉള്ളൂ. സ്ത്രീധനം കൊടുത്ത് അങ്ങനെയുള്ള ഒരു കല്യാണം എനിക്ക് വേണ്ട. ആൻഡ് പിന്നെ കണ്ടീഷൻസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ஓகே, வரட்டே. இதனுடைய அடுத்த படம் இந்த படத்துக்கு வந்து ஒரு ரோல் இருக்கு. அதில் வந்து மொட்டை அடிக்க வேண்டிய ஒரு இது. ஸோ டைரக்டர் எல்லாருமே நாங்கள் பேசும்போது யார் அந்த கேரக்டருக்கு நல்லா நடிச்சா நல்லா இருக்கும் அப்படின்னு பேசிட்டு இருக்கும்போது யார் நடிச்சா நல்லா இருக்கும், ஆனால் மொட்டை எடுக்கணும். ஸோ மொட்டை எடுக்கிறது ஒரு லேடிஸ், ஒரு ஆர்டிஸ்ட் வந்து மொட்டை எடுக்க மாட்டாங்க. ஏன்னா அடுத்தடுத்த படம் இருக்கும். ஸோ அவ்வளோ பெரிய விஷயம் இருக்கும் அப்படின்னு யோசிச்சுட்டு இருக்கும்போது எனக்கு தோணுது வந்து பூர்ணா பண்ணுவாங்க அப்படின்ற ஒரு நம்பிக்கை எனக்கு இருந்தது. ஏன்னா நான் சவரகத்தி அந்த ட்ரெயிலெல்லாம் பார்க்கும்போது அவர் ப்ரெக்னெண்ட்டாக ஒரு குழந்தைங்க வச்சு நடிக்கிற ஒரு கேரக்டர் ரோல்ஸ் நிறைய பண்ணுவாங்க அப்படின்னு ஒரு இதில் சொன்னதெல்லாம் எனக்கு ஞாபகம் இருக்குது. ஸோ அந்த நம்பிக்கையில் நான் சொன்னேன் பூர்ணாட்ட கேளுங்க, கண்டிப்பாக பண்ணுவாங்க அப்படின்னு சொன்னேன். ஸோ அது மாதிரி பூர்ணாவும் கதையை கேட்டுட்டு உடனே இது பண்ணாங்க. ஸோ அது அவங்களோட டெடிக்கேஷனும் அந்த கமிட்மெண்ட்டும் எனக்கு ரொம்ப பிடிச்சிருந்தது. என்னென்னா அவ்வளோ ஈஸியில் ஒரு பொண்ணு வந்து பொங்கல் ரொம்ப அவங்களுக்கு முக்கியம். மொட்டையை அடிச்சுட்டு ஒரு படம் பண்ணுறது வந்து அவ்வளோ சாதாரண விஷயம் இல்லை. ஸோ அவங்க அவ்வளோ பெரிய இது பண்ணியிருக்காங்க. ரொம்ப டெடிக்கேட்டான ஆர்டிஸ்ட். நான் கூட சொன்னேன் ரொம்ப எனக்கே வருத்தமாக இருக்குது அப்படின்னு சொன்னேன் மொட்டை அடிக்க வச்சது. அந்த சீன் இருக்கும்போது நான் மூஞ்சி பார்க்கல, எனக்கு ஒரு மாதிரியாக தான் இருந்தது. என்னன்னா நமக்காக வந்து இப்படி பண்ணிட்டாங்கன்ற ஒரு இது இருந்தது. ஸோ அவங்க சொன்னாங்க இல்லை சார் நான் கமிட்மெண்ட் பண்ணிட்டேன் கண்டிப்பாக பண்ணணுன்றது. அவ்வளோதான் ஆர்வமாக அவ்வளோதான் பண்ணாங்க. ஸோ இந்த படம் அவங்களுக்கு கொடியில் நல்ல பேர் வாங்கி தரும். தமிழிലാണ് കുറച്ച് തമിഴ് சொல்லுங்க പറ. ശശികുമാർ വളരെ നല്ല രീതിയിലാണ് ഷംനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് തമിഴിലെ. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇപ്പം ഒരു സെക്കൻഡ് ഒന്ന് ക്യാപ്പ് ഒന്ന് വെക്കുക, കുറച്ചുകൂടെ ഒന്ന് പാളിയിട്ട് ശശികുമാരോട് പറഞ്ഞിട്ടുണ്ട് ഒരു സെക്കൻഡ് ആയിരുന്നു ബുക്ക് കാണിക്കുന്നത്. അത് ചിത്രത്തിന്റെ പ്രൊമോഷൻ വേണ്ടിട്ടാണ്. നിങ്ങൾ കണ്ണടക്കണം കേട്ടോ, കണ്ണടക്കണം. ഒന്ന് പകുതി നോട്ടെ, പകുതി കാണിക്കാം. മൊട്ടടിച്ചിരിക്കും. നല്ല ഭംഗി കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഒരു ഹോളിവുഡ് ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാത്രം ഇതിപ്പോ നല്ല ഹൊററൊക്കെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഞാൻ മൊട്ടയടിച്ചു. നല്ല ചേർച്ചയുണ്ട്, സത്യം. സീരിയസ് ആയിട്ട് ഒരു ചേഞ്ച് അല്ലേ ഇത്? അതൊരു ചേഞ്ച്. അല്ല, ഈ മുട്ടയടിക്കുന്ന സമയത്തൊന്നും ഒരു വിഷമം ഉണ്ടായില്ലേ മുടിയൊക്കെ ഇങ്ങനെ കളയുമ്പോൾ? ഈ പടം ഫുൾ അങ്ങനെ ആയിരിക്കില്ല, കുറെ ഒരു ചേഞ്ച് ഓവേഴ്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ മൊട്ടയടിച്ചിട്ട് ഇപ്പൊ ഒരു 7-8 ഡേ ആയിട്ടുള്ളൂ. ആ കമ്മിറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഐ വാസ് ഫൈൻ, കാരണം ആ ക്യാരക്ടർ അത് ഡിസേർവിംഗ് ആണ്. ആൻഡ് എന്താ പറയാ, എനിക്കൊരു ചേഞ്ച്
സ്റ്റേജ് ഷോസ് ഒക്കെ പോയി കിട്ടുമോ മുട്ടയടിച്ചാല്? എന്റെ വിഗ് ഉണ്ടല്ലോ, ഇനങ്ങാണ്ട് തെറിച്ചു പോകുന്ന പേടി. ഞാൻ ഇനി വെറൈറ്റി ഡാൻസ് ഒക്കെ തല അനക്കാതെ ബോഡി മാത്രം വെച്ച് ഡാൻസ് ചെയ്യും. ഞാൻ ശരിക്കും പറഞ്ഞ മുട്ടയടിച്ചിട്ട് ഡാൻസ് ചെയ്തില്ല, ഇനി ചെയ്യാൻ പോണത്ര. ഒരു പക്ഷേ ഒരു കഥാപാത്രത്തോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് വളരെ വിലപ്പെട്ട മുടി തന്നെ വേണ്ട എന്ന് വെക്കുന്നത് തന്നെ ഒരു നടി മെച്ചൂർഡ് ആകുന്ന ഒരു ലക്ഷണമാണ്. മലയാള സിനിമയിലെ പല മുൻനിര നടികളും ഒരുപക്ഷെ ചെയ്യാൻ മടിക്കുന്നതാണ്. ഷംനയ്ക്ക് സിനിമയോടുള്ള ഒരു പാഷനാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഷംനയുടെ ആ പുതിയ സംരംഭം വിജയിക്കട്ടെ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിക്കാം, പെട്ടെന്ന് ആലോചിക്കരുത് കേട്ടാ. ആലോചിച്ച് കഴിഞ്ഞാൽ കള്ളം വരും. ആലോചിക്കാതെ പറഞ്ഞു ഞാൻ നിഷ്കളങ്കമായിട്ട് പറയും. മലയാള സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്താനാണ്? ഭാവന, കാവ്യ, റിമി, ദിലീപ്, നാദിർഷ. നല്ല ക്ലോസ് ഫ്രണ്ട് നാദിർഷ. ഞാൻ ഈ ലൈനപ്പ് കണ്ടപ്പോ എനിക്ക് തന്നെ പ്രശ്നമായി. ഭാവന, കാവ്യ, റിമി, ഇതിന്റെ ചേരുമ്പടി ചേരാത്തവരാണല്ലോ. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ഇതെല്ലാം കൂടി? ഞാനോ? ഇതെനിക്ക് ഉറപ്പാണ്, ഇവിടുത്തെ കൊച്ചുക്കൾ എഴുതിയിട്ടേ ഉണ്ടാവില്ല. ഇത് JP സാറിന്റെ ക്വസ്റ്റ്യൻ തലയിൽ ഇട്ടെടുത്തത് ഇവർക്കാണ്. ഒരു മാനസിക സംഘർഷം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട്. ഇല്ല, നാദിർഷ. മലയാളത്തിന്റെ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ അത് ആരാകുമായിരുന്നു? അതും ചിലപ്പോൾ നാദിർഷയ്ക്കായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് 3 കാര്യങ്ങൾ മുമ്പോട്ട് വരികയാണെങ്കിൽ ഏത് തെരഞ്ഞെടുക്കും? 1, 3 കേട്ടിട്ട് പറഞ്ഞാൽ. മോഹൻലാൽ നായികയായി ക്ഷണിക്കുന്നു, ശോഭനയ്ക്കൊപ്പം ഒരു ഡാൻസ് പരിഗണന, മാധുരി ദീക്ഷിത്തിനൊപ്പം ഒരു ഡിന്നർ. ശോഭന മാമിന്റെ കൂടെ ഒരു ഡാൻസ്. മോഹൻലാലിനെ തള്ളിക്കളഞ്ഞല്ലേ? മോഹൻലാൽ സാറേ ഇത് കേട്ടോ, നായിക ആവണം. ശോഭന മാമിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. അയ്യോ, സിനിമയും നൃത്തവും മാറ്റിവെച്ചൊരു ബിസിനസ് തുടങ്ങിയാൽ എന്തായിരിക്കും? വസ്ത്രവ്യാപാരം, ടൂറിസം, റെസ്റ്റോറന്റ്? എന്റെ വീട്ടിലെ ടാലന്റ് വെച്ചിട്ട് റെസ്റ്റോറന്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഏത് ഷംനയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം? എനിക്ക് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എല്ലാവരും സൂപ്പർ കുക്കാ. ഷംന ഭക്ഷണം ഉണ്ടാക്കും? ഇത് മാത്രമേ ഉള്ളൂ? കൈ മാത്രം പണിയെടുക്കും. വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം? വൃത്തി. ഹൈജീൻ ആയിരിക്കും. ഞാനൊരു ഭയങ്കര ഹൈജീൻ ആളാണ്. സൗന്ദര്യമൊന്നും വേണമെന്നില്ല. ലുക്സ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. എന്താ, നല്ല മനസ്സൊക്കെ എനിക്ക് കുഴപ്പമില്ല. നല്ല മനസ്സ്, പക്ഷെ വൃത്തിയാണ് ഫസ്റ്റ്. നല്ല വൃത്തി. ഓക്കെ, ഈ കുട്ടി സ്വച്ഛ ഭാരതിന്റെ അംബാസഡർ ആക്കി. അത് വരുന്നു സൽമാൻ. ആരായിരിക്കണം ഭാവി വരൻ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഞാൻ അടയ്ക്കുക. സൽമാൻ ഖാൻ, പ്രഭാസ്, അല്ലു അർജുൻ, ജൂനിയർ. സൽമാൻ വേറെ പേരും കൊണ്ടുണ്ട്, ആദി. ഞാൻ വിചാരിക്കായിരുന്നു എന്നെ നന്നായിട്ട് സ്വീറ്റ് ആയിട്ടാണല്ലോ സാർ ഈ പ്രാവശ്യം. എന്നെ ടെൻഷൻ അടുപ്പിച്ചതേ ഇല്ല. എന്തുകൊണ്ട് ആ പേര് വന്നില്ല എന്ന് ആലോചിച്ചു. ഏത് പേര്? ഞാൻ വല്ല പേര് പറഞ്ഞ ആദ്യാരാണെന്ന് അവർക്ക് പോലും അറിയില്ല. തെലുങ്കിലെ വലിയൊരു നടനാണ്. അത് അപ്പോഴാണ് എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഓക്കെ. ഇപ്പോൾ സൽമാൻ ആദ്യം വിട്ടു. ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് ഈ പിള്ളേരെ എഴുതുന്ന ചോദ്യങ്ങളാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഇതിന്. ഞാൻ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്തല്ലോ. ഇത് ഞാൻ ഒന്നും ചോദിക്കാതെ ഇത് കണ്ട ഇതാ വന്ന് കൂട്ടിലേക്ക് കൊണ്ട് കേറുക. ഓക്കെ, അടുത്ത ന്യൂ ഇയർ ആർക്കൊപ്പം ആഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഇല്ല. സൽമാൻ ആൻഡ് ഫാമിലി. എന്നെ കുറിച്ച് പറഞ്ഞാൽ ഷംന കാസിമിനെ കുറിച്ച് കേട്ട ഏറ്റവും വലിയ ഗോസിപ്പ് ഞാൻ ഗർഭിണിയാണ്. അതിന്റെ മൂവിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഷംന കാസിം കല്യാണം കഴിക്കാതെ ഗർഭിണിയായിരുന്നു. ഏറ്റവും വലിയ ക്രിറ്റിസിസം അതായിരുന്നു ഷംനയെ കുറിച്ച്. ഷംന കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം, ഷംന മനസ്സാ വാച കർമ്മണം അറിയാത്ത ആയിരിക്കാൻ വേണമെങ്കിൽ
ഈ കുട്ടി അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, ധാർഷ്ട്യക്കാരി, ഏതാണ് ഏറ്റവും വലിയ ക്രിറ്റിസിസമായിട്ട് വന്നത്? അഹങ്കാരമുണ്ട്, അഹങ്കാരമുണ്ട്, കുറച്ച്. അങ്ങനെ ഉണ്ടോ യഥാർത്ഥത്തിൽ? ഉണ്ടോ? ഉണ്ടാ, ലൈറ്റ് ആയിട്ടുണ്ട്. ലൈറ്റോ? അഹങ്കരിക്കണം, അഹങ്കാരം അഭിമാനവും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, നേരത്തെ വ്യത്യാസമുള്ളൂ. ഒരുപക്ഷെ ചില ആൾക്കാർക്ക് തോന്നും അഹങ്കാരമാണോ, ചില ആൾക്കാർക്ക് തോന്നും അത് അഭിമാനിയാണ്. അപ്പൊ അത് നമുക്കത് ഡിബേറ്റബിൾ. ഓക്കെ, അതിലാ ബോണസ് തരും. അപ്പൊ ഏതായിരുന്നു ഏറ്റവും വലിയ ക്രിറ്റിസിസം? ഷംന അർഹിക്കാത്ത ക്രിറ്റിസിസം വന്നിട്ടുണ്ടോ? പൈസ കണക്ക് പറഞ്ഞ് മേടിക്കും, അങ്ങനെ ഒന്നുമില്ല ഉണ്ടോ? ഇല്ല. ഇനി ഷംനയെ കുറിച്ച് ഷംന കേട്ട ഏറ്റവും നല്ല അഭിനന്ദനം എന്തായിരുന്നു? ഇതൊക്കെ തന്നെ എന്നെ ഇപ്പം പറഞ്ഞ കുറെ ആൾക്കാര്, എന്റെ ഡാൻസ്. ഐശ്വര്യ മാം അന്ന് സ്റ്റേജിൽ എന്നെ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷംന അടുത്തൊരു 5 വർഷത്തേക്ക് ഒരുപക്ഷെ ഷംനയുടെ ജീവിതത്തിൽ തീരുമാനിച്ചിരിക്കുന്ന ടാർഗറ്റ്സ്, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് എന്തെങ്കിലും? ഒന്ന്, വിവാഹം ഉറപ്പായിട്ടുണ്ടാവും, ഒരു ഡാൻസ് ക്ലാസ്, പിന്നെ നല്ലൊരു സിനിമ. നല്ല സിനിമകൾ ഇപ്പൊ റിലീസിങ് എന്റെ ഇതിലുണ്ട്. സവരക്കത്തി ആൻഡ് കൊടിവീരൻ വരുന്നുണ്ട്. മലയാളത്തില് ഒന്ന്, അതൊക്കെ ഞാൻ വിട്ടു. അതിന് എന്റെ ഓപ്ഷൻസിൽ ഇല്ല. നല്ല 2-3 സിനിമകള്, നല്ല ഒരു ഡാൻസ് ക്ലാസ്, ഡാൻസ് സ്കൂള്, മൂന്നാമത് നല്ല ഒരു കല്യാണം. ഓ, എന്തൊരു ചിരിയാന്ന് എനിക്ക് തോന്നുന്നു അതാണ് എന്റെ മമ്മിയുടെ ഇപ്പത്തെ ഏറ്റവും വലിയ മമ്മി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മമ്മി എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല സന്തോഷ ദിവസങ്ങൾ വരുമ്പോഴും മമ്മി പറയും, നിന്റെ കല്യാണ ദിവസം അതാണ് എന്റെ ഹാപ്പിയസ്റ്റ്. എനിക്കൊരു വാക്ക് തരുമോ? ഷംന വിവാഹം കഴിഞ്ഞ ശേഷം സൽമാൻ ഖാനുമായിട്ട് ഇവിടെ ഷോയിൽ വരുമോ? ദേവി ജംഗ്ഷനിൽ ഞാൻ ഒരു സോഫയും കൂടി ഇടുന്നതാണ്. കല്യാണം കഴിഞ്ഞ ശേഷം ആരാണ് വരണമെങ്കിൽ പോലും, ഭർത്താവെങ്കിൽ പോലും അദ്ദേഹത്തെ കുട്ടിയോടെ വരുമോ? വരില്ല. അത് സൽമാൻ അല്ലെങ്കിൽ ഞാൻ വരില്ല. ഞാൻ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. പറഞ്ഞാലോ അറിയാതെ. ഷംന, വലിയ സന്തോഷം. ഷംന ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ്, എന്റെ നാട്ടുകാരിയാണ്. ഞാൻ ഒരുപാട് അസുഖകരമായ ചോദ്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. വളരെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വളരെ ജെനുവിനായിട്ടല്ലേ ചോദിച്ചത്. ഷംന എന്നുള്ള കലാകാരിയെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താനും ഷംനയ്ക്ക് ഒരു പ്രോത്സാഹനമാകാൻ വേണ്ടിയിട്ടാണ് ഈ ജെബി ജംഗ്ഷന്റെ എപ്പിസോഡ് ഉപയോഗിച്ചത്. ഒരുപാട് പേരെ ഞങ്ങൾ കൊണ്ടുപോകുന്നു, അവരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഷംന നല്ലൊരു നർത്തകിയാണ്. ഷംനയുടെ നൃത്ത ചുവടുകളില്ലാതെ ഈ ജെബി ജംഗ്ഷൻ അവസാനിക്കാൻ പാടില്ല. ഷംന ഏതാനും നമ്പറുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജെബി ജംഗ്ഷനിൽ ഒന്ന് എടുത്തുപയോഗിക്കും. അതെ, എന്തായാലും വേണ്ടില്ല, ഒരു 2-3 ചുവടുവെപ്പുകൾ കൂടി ജെബി ജംഗ്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇത് പൂർണ്ണമാകുന്നുള്ളൂ. 100% ജെബി ജംഗ്ഷനിൽ വന്നത് എല്ലാ അതിഥികളുടെയും ആഗ്രഹങ്ങൾ സഫലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷംനയുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇത്തരം സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ആയുഷ്മാൻ ഭവ.